അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. എന്റെ ഉമ്മ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട സഹോദരനും സഹോദരന്റെ പിതാവും അവർ രണ്ടുപേരും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ട് ഒരുപാട് നേരം നടന്നിട്ടാ ഹജ്ജിന് പോകുന്നത്. അന്നൊക്കെ നടക്കലല്ലേ പതിവ്. അങ്ങനെ നടന്നുകൊണ്ട് ഹജ്ജിന് പോകുമ്പോ എന്താണ് അവിടെ ഉണ്ടായതെന്ന് അറിയുമോ? ഒരു മരത്തണലിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി കിടക്കുകയാ. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ആ പൊന്നുമോൻ എഴുന്നേറ്റ് നോക്കുന്നു. വാപ്പയെ നോക്കുമ്പോ വാപ്പയതാ മരണപ്പെട്ട് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പൊന്നുമോന് വല്ലാത്ത വിഷമമായി. ഞാൻ എന്താണ് ചെയ്യുക? സങ്കടത്തിന് മേൽ സങ്കടമായി, വിഷമത്തിന് മേൽ വിഷമമായി. ആകെ പേടിച്ചിരിക്കുമ്പോ ഒരു കഫം പുടവ എടുത്തുകൊണ്ട് അവര് കയ്യിൽ വെച്ചിരുന്ന, അവര് കയ്യിൽ കൊണ്ട് നടന്നിരുന്ന കഫം പുടവ എടുത്തുകൊണ്ട് വാപ്പാനെ കഫം ചെയ്യുകയാണ്. കഫം ചെയ്തുകൊണ്ടതാ ഒരു സ്ഥലത്ത് കിടത്തുന്നു. എന്റെ ഉമ്മ ശ്രദ്ധിക്കണേ, ഉമ്മ എന്റെ ഉപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്നിട്ടെന്താ ഉണ്ടായതെന്നറിയോ? ആ പൊന്നുമോന് കഫൻ ചെയ്തുകൊണ്ട് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്പം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ പിതാവിന്റെ മുഖമൊന്ന് കാണട്ടെ, എന്റെ പിതാവിന്റെ മുഖമൊന്ന് ഞാൻ കാണട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ പൊന്നുമോന് കഫം പുടവ മാറ്റി നോക്കുമ്പോ എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, പൊന്നുമോന് കണ്ടതെന്തെന്നറിയോ? വാപ്പാന്റെ മുഖമതാ ഒരു കഴുതയുടെ മുഖമായിരിക്കുന്നു. അല്ലാഹുവേ, എന്റെ വാപ്പന്റെ മുഖമിതാ ഒരു കഴുതയുടെ മുഖമായിരിക്കുന്നല്ലോ അല്ലാ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വിഷമത്തോടുകൂടി ആ പൊന്നുമോന് കിടന്നപ്പോ ആ പൊന്നുമോന് ഉറക്കത്തിലേക്ക് വഴുതിപ്പോയപ്പോ അതാ ഹബീബുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, യാ ബുനിയ, പൊന്നുമോനെ, എന്താണ് നീ വിഷമിച്ചിരിക്കുന്നത്? എന്താണ് നിന്റെ വാപ്പാക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോ പൊന്നുമോന് പറയുന്നു, അല്ലയോ മനുഷ്യ, ഞങ്ങള് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതാ. എന്റെ വാപ്പ മരണപ്പെട്ടിട്ട് നോക്കുമ്പോ കഴുതയുടെ മുഖമായിരിക്കുന്നു. ഞാൻ എന്റെ സഹോദരങ്ങളെ ചുരുക്കി പറയുകയാണ്. എന്നിട്ടതാ ആ വന്ന മനുഷ്യന് സ്വപ്നത്തിലാണ് അവര് കാണുന്നത്. ആ വന്ന മനുഷ്യൻ അതാ മുഖത്തൊന്ന് തലോടുന്നു. ആ മരണപ്പെട്ട് കിടക്കുന്ന വാപ്പന്റെ മുഖത്തൊന്ന് തലോടുമ്പോ പഴയതിനേക്കാൾ പ്രകാശിച്ച മുഖമായി മാറി. അപ്പോൾ ആ പൊന്നുമോന് ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിങ്ങളാരാണ്? എന്റെ വാപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന വിവരം നിങ്ങളോടാരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ എന്റെ മനുഷ്യ, എന്റെ ഉപ്പമാരെ നിങ്ങൾ ചിന്തിക്കണേ, എന്റെ ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കണേ, എന്റെ യുവാക്കളെ നിങ്ങൾ ചിന്തിക്കണേ. എന്താണ് ആ വന്ന മനുഷ്യൻ പറഞ്ഞതെന്നറിയോ? ആ പൊന്നുമോന് ചോദിക്കുന്നു, നിങ്ങളാരാണ്? വന്ന മനുഷ്യൻ പറയുന്നു, അനൽ മുസ്തഫ, അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, ഞാൻ ഹബീബായ തങ്ങളാണ്, ഞാൻ ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പം ചോദിക്കുന്ന പൊന്നുമോന് ചോദിക്കുന്നു, എങ്ങനെയാണ് നബി തങ്ങളെ അങ്ങ് ഇവിടെ വന്നത്? നബി തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാ, എന്റെ മേലിൽ നിന്റെ വാപ്പയുണ്ടല്ലോ, തലയണക്ക് മീതേ തല വെക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് ഓർക്കാറുണ്ട്, എന്നെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നും എല്ലാ ദിവസവും എനിക്ക് ഈ മനുഷ്യന്റെ സ്വലാത്ത് ഒരു മലക്ക് എനിക്ക് കൊണ്ടുതരാറുണ്ട്. ഇന്നെനിക്ക് സ്വലാത്ത് കിട്ടിയില്ല. ഞാൻ ആ മലക്കിനോട് അന്വേഷിച്ചപ്പോ ഇന്ന സ്ഥലത്ത് ഒരു മരത്തിന്റെ ചാര മരണപ്പെട്ടുകൊണ്ട് കഴുതയുടെ മുഖമായി കിടക്കുന്നെന്നറിഞ്ഞപ്പോ എനിക്ക് വിഷമമായിട്ട് ഞാൻ വന്നതാ. അതാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ പ്രിയമുള്ള ഉപ്പ, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഓ എന്റെ പ്രിയമുള്ള